ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഭാവി ചർച്ച ചെയ്യാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നിർണായക ഫോൺ സംഭാഷണം നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയ്ക്കിടയിൽ ട്രംപും നെതന്യാഹുവും വഴക്കിട്ടെന്ന് സൂചന. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും സങ്കീർണമായി മുന്നോട്ട് നീങ്ങുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സമാധാനത്തിന് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ തകർത്ത് കളയുമെന്ന ഭീഷണിയായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് മുഴക്കിയത്. എന്നാൽ അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടത്തി. ആ ഫോൺ സംഭാഷണം കൈവിട്ടുപോയി എന്നാണ് നിലവിലെ സൂചനകൾ. ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നതിന് പകരം ഒരു സമാധാന കരാറിലേക്ക് എത്താനാണ് അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ചൊടിപ്പിച്ചൊരു നടപടിയായിരുന്നു ഇതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. ചൊവ്വാഴ്ച ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം നെതന്യാഹു കടുത്ത ദേഷ്യത്തിലും ആശങ്കയിലുമായിരുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് പറയുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ പൂർണ്ണമായി തകർക്കാനും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു ഭരണകൂടത്തെ താറുമാറാക്കാനും വ്യോമാക്രമണം പുനരാരംഭിക്കണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വാദം. UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചൊവ്വാഴ്ച ഇറാനിൽ നടത്താറുന്ന ആക്രമണങ്ങൾ താൻ മാറ്റിവെച്ചുവെന്ന് ട്രംപ് തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ആക്രമണം പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കി. എന്നാൽ ടെഹ്റാനുമായിട്ടുള്ള ഒരു കരാറിലേക്കും ഏർപ്പെടരുത് എന്നുള്ള കർശനമായ നിബന്ധന തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരാറിന് സാധ്യതയുണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസം അടക്കം ട്രംപ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിലപാട്. ഖത്തർ, UAE തുടങ്ങിയ പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചൊവ്വാഴ്ച നടത്താനിരുന്ന ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ മാറ്റിവെച്ചുവെന്ന് ട്രംപ് തന്നെ പ്രസ്താവിച്ചിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാനായി ഖത്തറും പാകിസ്ഥാനും ചേർന്ന് പ്രാദേശിക മധ്യസ്ഥരുടെ സഹായത്തോടെ സമാധാന നിർദ്ദേശമടക്കം തയ്യാറാക്കി വരികയാണ്. ഈ ചർച്ചകളിലൊക്കെ തന്നെ നെതന്യാഹു ഒട്ടും വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. സംഘർഷം ഔദ്യോഗികമായി അവസാനിപ്പിച്ച് 30 ദിവസത്തെ ചർച്ചകൾക്ക് തുടക്കമിടാനാണ് നിലവിലവർ തീരുമാനിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ട്രംപ് ഇക്കാര്യം വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതി, സമുദ്ര സുരക്ഷ, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എന്നിവയൊക്കെ തന്നെയായിരിക്കും ഈ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.